അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വലിയ വിറ്റൊഴിക്കലാണ് നടക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ ആഗോള വിപണിക്ക് ഉണർവ് പകർന്നപ്പോൾ അദാനി ഓഹരികൾക്ക് മാത്രമാണ് തകർച്ച. നെയ്റോബി വിമാനത്താവള കരാറിനായി അദാനി കൈക്കൂലി നൽകിയോ എന്ന് കെനിയയിലെ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ കോടതി കേസെടുത്തതിനു പിന്നാലെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ തകർന്നടിയുന്നത് തുടരുന്നു. അദാനി ഗ്രീൻ എനർജി ഓഹരിയിൽ ഇന്നത്തെ ഇടിവ് 11%. 2078 രൂപ വരെ മൂല്യമെത്തിയ ഓഹരി ഇപ്പോൾ വാങ്ങാൻ വെറും 1082 രൂപ മതി. അദാനി എന്റർപ്രൈസസ് ഓഹരിക്കുണ്ടായിരുന്ന ഉയർന്ന മൂല്യം 4190 രൂപ. ഇന്ന് കച്ചവടം നടക്കുന്നത് 2100 രൂപയ്ക്ക്. 895 രൂപ വരെ എത്തിയ അദാനി പവർ ഓഹരി ഇപ്പോൾ 415 രൂപയ്ക്ക് വാങ്ങാം. 4071 രൂപ കടന്ന അദാനി ഗ്യാസ് ഓഹരി പേരുപോലെ തന്നെ ഗ്യാസായി. ഇപ്പോൾ 535 രൂപയ്ക്ക് വാങ്ങാം. എന്നാൽ ഇന്നത്തെ ദിവസം മറ്റോഹരികൾ വലിയ നേട്ടമുണ്ടാക്കി. സെൻസെക്സ് സൂചിക 650 പോയിന്റ് മുകളിലാണ്. നിഫ്റ്റി 200 പോയിന്റിന് അടുത്തും നേട്ടമുണ്ടാക്കി. അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന റിപ്പോർട്ട് വന്നതോടെ ആഗോള സാമ്പത്തിക മാന്ദ്യഭീതി ഒഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. ഇതാണ് ലോകമെങ്ങുമുള്ള വിപണികളെ ഉത്തേജിപ്പിച്ചത്. ഈ ദിവസം കോട്ടം അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് മാത്രമാണ്. തിരുവനന്തപുരം വിമാനത്താവളം പോലെ 30 വർഷത്തേക്ക് നെയ്റോബി വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് വിട്ടുകൊടുത്തത് കെനിയ ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഈ കരാറിനായി കൈക്കൂലി നൽകിയോ എന്ന് അന്വേഷിക്കാൻ അവിടെ സംയുക്ത പാർലമെന്ററി സമിതിയെ ചുമതലപ്പെടുത്തി. അമേരിക്ക പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് തടയാൻ ആഗോള നിയമവിദഗ്ധരുമായി തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തുകയാണ് അദാനി ഗ്രൂപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.